രഞ്ജി ട്രോഫിയിൽ കേരളം ചരിത്ര നേട്ടത്തിലേക്ക് എത്തുകയാണ്. വലിയ സന്തോഷം നമ്മുടെ നാടിനെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ചരിത്ര നിമിഷമാണ്. ചരിത്രത്തിലാദ്യമായാണ് ഫൈനലിലേക്കുള്ള മാർച്ച് എന്ന് തന്നെ പറയാം. അതിൽ ഇത്തവണ 2 ഉത്തര മലബാറുകാരാണ് കേരളത്തെ താങ്ങി നിർത്തുക, അല്ലെങ്കിൽ കേരള ടീമിൻ്റെ നട്ടല്ലായിരുന്നത്. അതിൽ ഒരാൾ സൽമാൻ നസീറാണ്. തലശ്ശേരിക്കാരനാണ്. യഥാർത്ഥത്തിൽ തലശ്ശേരി സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് ഉള്ള ആൾ കൂടിയാണ്. അവരുടെ കുടുംബാംഗങ്ങൾ, ഉപ്പ, ഉമ്മ, സഹോദരനൊക്കെ നമ്മളോടൊപ്പം ചേരുകയാണ്. വലിയ സന്തോഷവും അഭിമാനമൊക്കെ ഉള്ളൊരു മുഹൂർത്തമാണ്. അതിൽ തന്നെ സൽമാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 സെഞ്ചുറി. ഇപ്പോൾ ഈ മത്സരത്തിലാണെങ്കിൽ ഒരു ഭാഗ്യം എനിക്ക് തോന്നുന്നു സൽമാൻ്റെ ഒരു ഹെൽമെറ്റിൽ തട്ടിയാണ് വന്നതെന്നൊക്കെ പറയാം. എന്താണ്? അതെ, വളരെ സന്തോഷം. കുടുംബത്തിനും തലശ്ശേരിക്കാർക്കും കണ്ണൂർ ജില്ലക്കും കേരളത്തിനും അഭിമാനമായതിൽ വളരെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. പിന്നെ സൽമാൻ്റെ ഒരു ജ്യേഷ്ഠനുണ്ട്, ലുക്മാൻ. അവനും പിന്നെ പുറത്തുള്ളത്, അവനും അവിടെ നിന്ന് ഇങ്ങനെ കളി കണ്ടിട്ട് ഇങ്ങനെ വിളിച്ചിരുന്നു. ഭയങ്കര സന്തോഷം. അവനും എല്ലാവരും തന്നെ, കുട്ടികളും ഇവനും ഇളയവനും കളിക്കുന്നുണ്ട്. എല്ലാവരും തന്നെ ക്രിക്കറ്റ് ട്രാക്കിൽ തന്നെയാണ്. അതെ, അത് വീട്ടിൽ നിന്ന് കളിച്ചു. പിന്നെ അതിൻ്റെ ശേഷം പിന്നെ അവൻ്റെ ടാലൻറ്റ് കണ്ടിട്ടാണ് നമ്മൾ കോച്ച് മിസ്റ്റർ മസർ മൊയ്തു, അവരാണ് ഇവനെ നിർത്തിക്കൊണ്ടുവന്നത്. അതിനുശേഷമാണ് KCയിലേക്ക് അക്കാഡമിയിലേക്ക് സെലക്ഷൻ കിട്ടുന്നത്. പിന്നെ അക്കാഡമിയിൽ നിന്ന് അവൻ നന്നായിട്ട് കോച്ചിങ് കൊടുത്തു. ഉമേഷ് സാറും പിന്നെ അയ്യപ്പ സാറിൻ്റെ മാനേജറായിട്ട്. പിന്നെ പ്രത്യേകം പറയേണ്ടത് ആനന്ദൻ സാറും മാനപ്പെട്ട ജയറാം സാറും, അവരൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് സപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് എല്ലാവരും കേരള KC തന്നെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവൻ്റെ ഹാർഡ് വർക്ക് അവൻ നാട്ടിൽ വന്നാലും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അവന്. പിന്നെ അവൻ്റെ ഉദ്ദേശം ഇന്ത്യൻ ടീമാണ്, ഇന്ത്യൻ ജേഴ്സി അണിയാന്നുള്ളത്. അതിനാണ് എല്ലാവരും പ്രാർത്ഥിക്കുക. അതിനുള്ള അവസരം ഉണ്ടാകട്ടെ. ഉമ്മ, എന്താ പറയാനുള്ള കാര്യം? 2 സെഞ്ചുറി, മികച്ച പ്രകടനമാണ് ടൂർണമെന്റ് ഉടനീളം പരിശോധിച്ചാലും, അവസാനത്തെ മാച്ച് പരിശോധിച്ചാലും ഒക്കെ. സന്തോഷമുണ്ട് അവന് ഇത്ര ഒരു എത്തിയതിൽ. അവൻ്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കട്ടെ പഠിച്ചവന്. അവൻ്റെ ഹെൽമെറ്റ് നട്ടിയിട്ട് ബോൾ തട്ടിയോണ്ട് തലക്ക് എന്തോ എന്താ. പിന്നെ അവന് ഫോൺ വിളിച്ച് സംസാരിച്ച് അതുകൊണ്ട് സംസാരിച്ചുകൊണ്ട് സമാധാനമായി. ഇല്ലെങ്കിൽ നമുക്ക് ടെൻഷനല്ലേ. ഒരു ക്രിക്കറ്റ് താരം കൂടി, വേറെ ഒരു പ്ലെയറും കൂടി ഉണ്ട് വീട്ടിൽ. ശരിക്കും ഈ ടൂർണമെൻറ്റ് നോക്കുകയാണെങ്കിലേ, സെഞ്ചുറി നോക്കുകയാണെങ്കിൽ, അങ്ങനെ പ്രകടനം നോക്കുകയാണെങ്കിലും വളരെ സാറ്റിസ്ഫാക്ടറി എന്നല്ല, ടീമിന് വലിയ സപ്പോർട്ട്, നിർണായകമായ സമയങ്ങളിൽ സപ്പോർട്ട് കൊടുത്ത ആളാണ്. എങ്ങനെയാണ് അതിൽ? വളരെയധികം സന്തോഷമാണ്. കാരണം എന്താ വെച്ചാൽ ഫൈനലിൽ കേരള ടീമിനെ എന്താ വെച്ചാൽ കൂടെ ഉണ്ടാകുന്ന വെച്ചാൽ വളരെയധികം സന്തോഷമാണ്. പിന്നെ ആ സെഞ്ചുറി എന്ന് വെച്ചാൽ അവന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന സാധനമാണ് സെഞ്ചുറി. കുറേ 95, 99 ഇങ്ങനെ സമയത്ത് ഇപ്പോൾ സെയ്ദ് മുസാഖലി കണ്ട മുംബൈക്ക് അഗേൻസ്റ്റ് 99 അഗേൻസ്റ്റ് 1 റണ്ണിനാണോ എൻ്റെ സെഞ്ചുറി പോയത്. പിന്നെ അവൻ അവിടെ നിർത്തിയില്ല, അവൻ അത് കണ്ടിന്യൂ ചെയ്ത് 100 അടിക്കണം. അതിനുള്ള ഒരു ഇതിൽ ബീഹാറിൻ്റെ അഗേൻസ്റ്റ് 100 അടിക്കുകയും ചെയ്ത് 150 അടിക്കുകയും ചെയ്ത് വളരെ സന്തോഷമുണ്ട്. പിന്നെ ക്വാർട്ടർ ഫൈനൽ അഗേൻസ്റ്റ് ജമ്മു കാശ്മീർ അഗേൻസ്റ്റ് 100 അടിക്കുകയും ചെയ്ത് 1 റൺസിൻ്റെ ലീഡിലാണ് നമ്മളിപ്പോൾ സെമി ഫൈനൽ. ശരിക്കും ഈ മത്സരത്തിലെ നമ്മൾ സന്തോഷം. വളരെ 1 റൺസിൻ്റെ ലീഡിലാണ് നമ്മളിപ്പോൾ സെമിഫൈനൽ. ഇപ്പോൾ സെമിഫൈനലായാലും ഇപ്പോൾ ലാസ്റ്റ് 2 റൺസ് ലീഡിൽ ഇപ്പോൾ നമുക്ക് പിന്നെ കിട്ടി തിരിച്ച്. ആ ഒരു ഹെൽമെറ്റ് കാരണമാണ് കിട്ടിക്കൊടുത്തത്. മത്സരങ്ങളൊക്കെ എല്ലാം ഞാൻ വളരെയധികം സന്തോഷം. എല്ലാം കാണലുണ്ട്. ഇപ്പോൾ കേസിൽ കഴിഞ്ഞ സീസൺ കഴിഞ്ഞ സീസൺ 1 ഫസ്റ്റ് സീസൺ ആയിരുന്നു. അതിൽ റൺ ഗേറ്റേഴ്സിൽ അവൻ സെക്കൻഡ് ആയിരുന്നു. നല്ല റൺസാണ്, നല്ല റണ്ണടി. മിഡിൽ ഓർഡറിൽ വന്ന് അവൻ റണ്ണടിക്കാന്ന് വെച്ചാൽ നല്ല സന്തോഷമാണ്. വളരെ ഹാപ്പിയാണ്. അതാണ് ഞാൻ കുടുംബത്തോടൊപ്പമാണ്. അതായത് സൽമാൻ നസീറിൻ്റെ പ്രകടനം ടീമിനും ഈ ടൂർണമെൻറ്റിലുടനീളം വളരെ നിർണായകമായിരുന്നു. ഇനിയും അങ്ങോട്ടേക്ക് ഫൈനൽ മത്സരം ഉൾപ്പെടെയുണ്ട്. ഇനി അത്ഭുതങ്ങളൊന്നും ഇക്കാര്യത്തിൽ വേറെ സംഭവിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വലിയ സന്തോഷത്തിലാണ് കുടുംബം എന്ന് മാത്രമല്ല, തലശ്ശേരിയിൽ നിന്ന് ഇന്ത്യൻ ജേഴ്സിയിലേക്കുള്ള സൽമാൻ്റെ യാത്രയും അതിൻ്റെ പ്രതീക്ഷയും സ്വപ്നങ്ങളും ബാക്കി ഒരു വശത്തും കൂടെ നിൽക്കുന്നുണ്ട്. കുടുംബമാണ്, ഉപ്പയും ഉമ്മയും ഒപ്പം സഹോദരനുമാണ് നമ്മളോടൊപ്പം ചേർന്നത്.